ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കാരുണ്യ വഴി ശുശ്രൂഷയുടെ 25-ാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഈശോയ്ക്ക് നന്ദി പറയാം. കർത്താവിൻ്റെ സ്ലീവായുടെ വഴിയെ, കുരിശിൻ്റെ വഴിയെ പ്രാർത്ഥിച്ച് വചനം കേട്ട് ഈശോയെ ആരാധിച്ചൊക്കെ നമുക്ക് നടക്കാൻ പറ്റുന്ന, അതിന് അവസരമൊരുക്കുന്ന ഈ ശുശ്രൂഷയോർത്ത് ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. നിങ്ങൾക്കറിയാം, ഓരോ ദിവസത്തിൻ്റെയും ശുശ്രൂഷയുടെ ആരംഭത്തിൽ ഒരല്പമൊക്കെ വിശേഷമൊക്കെ പറഞ്ഞാണ് നമ്മൾ അന്നത്തെ ടോക്കിലേക്ക് പ്രവേശിക്കുന്നതെന്ന്. ഇന്നെനിക്ക് പറയാനുള്ളൊരു നല്ല വിശേഷം, കാരുണ്യ വഴി ശുശ്രൂഷയുടെ ഒരു ദിവസം ഞാൻ പറഞ്ഞായിരുന്നു, കുഞ്ഞുങ്ങൾ ഇത് കേൾക്കാൻ സാധ്യത കുറവാണ്, അതുകൊണ്ട് മാതാപിതാക്കളെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചു. ഇത് കുറച്ചൊക്കെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത് പോലെ ചെയ്യണം എന്നൊക്കെ ഓർമ്മിപ്പിച്ചായിരുന്നു. പക്ഷെ അന്ന് തന്നെ ഞാൻ കണ്ട ഒരു സുന്ദരമായ കാഴ്ച, എൻ്റെ നമ്പറിലേക്ക്, എൻ്റെ ഫോണിലേക്ക് ഒരു വീഡിയോ വന്നത്, ഒരു കൊച്ച് വളരെ കൊതിയോടെ എന്നെ കേൾക്കുന്ന, നമ്മുടെ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഒരു കുടുംബത്തിലെ കൊച്ചു കുഞ്ഞ്, അത് വളരെ കൊതിയോടെ കാരുണ്യ വഴി ശുശ്രൂഷ പങ്കെടുക്കുന്ന കാഴ്ച ആ വീട്ടുകാർ അയച്ചു തന്നു. അത്ഭുതം തോന്നി. കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ ഒരു ആഭിമുഖ്യമുണ്ടല്ലോ. ഇതാണ് കർത്താവ് അന്നേ പറഞ്ഞിരുന്നത്. അതായത് ശിശുക്കളുടെ അധരങ്ങളിൽ നിന്ന് ദൈവസ്തുതി ഉയർത്തുവാൻ കർത്താവിന് കെൽപ്പുണ്ട് എന്ന്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അതിനുള്ള ആവതും പാങ്ങുമൊക്കെ ഉണ്ട്, അതിനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. നമ്മളൊന്ന് പുഷ് ചെയ്ത് കൊടുത്താൽ മതി, ഒന്ന് ഒരുക്കി കൊടുത്താൽ മതി. അത് ആ വീഡിയോ വന്നു, അതിൻ്റെ പിന്നാലെ പിന്നെ ഇങ്ങനെ റെഫറൻസുകൾ വരികയാണ്. കൊച്ചു കുഞ്ഞുങ്ങൾ വചനം പഠിക്കുന്നത്, നമ്മൾ ഈ പറയുന്ന വചനങ്ങൾ കുഞ്ഞുങ്ങൾ ആവർത്തിച്ച് പറയുന്നത് ഒക്കെയായിട്ട് പലരും ഇങ്ങനെ സാക്ഷ്യം പറയാൻ തുടങ്ങി. അപ്പോൾ ശരിക്കും ഈ കാരുണ്യ വഴി ശുശ്രൂഷയെ കർത്താവ് അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത്, പ്രത്യേകിച്ച് നമ്മുടെ പുതിയ തലമുറയിലേക്കും അതിനെ എത്തിക്കുന്നതിനെ ഓർത്ത് ഈശോയ്ക്ക് മനസ്സറിഞ്ഞ് നന്ദി പറഞ്ഞു. നമുക്കും ശ്രമിക്കാം. ഇനിയിപ്പോൾ ഏതെങ്കിലുമൊക്കെ വീടുകളിൽ അത് പറ്റിയില്ലെങ്കിൽ, സാധിക്കുന്നില്ലെങ്കിൽ, കുഞ്ഞുങ്ങളെ ചെറുതായിട്ടൊക്കെ ഒന്ന് ഒരുക്കിക്കൊണ്ട് വരിക ഈ ശുശ്രൂഷയിലേക്ക്. അവരെ പ്രാർത്ഥിക്കാനുള്ള അവസരം കൊടുക്കുക, അവരെ വചനം പഠിപ്പിക്കുക. ഒരു ദിവസം ഒരു വചനം വെച്ചൊക്കെ ഈ കണ്ടൻറ്റ്, ഈ അർത്ഥം പറഞ്ഞു കൊടുക്കുക, ഉള്ളടക്കം പങ്കുവെക്കുക. അങ്ങനെയൊക്കെ ചെയ്ത് അവരെ ഒരുക്കണമേ എന്ന് പ്രത്യേകം ഞാൻ അഭിനന്ദിക്കുകയാണ് എല്ലാ മാതാപിതാക്കളെയും, കുഞ്ഞുങ്ങളെ നന്നായി പരിശീലിപ്പിക്കുന്ന മാതാപിതാക്കളെ. ഇപ്പോൾ ഏതെങ്കിലും ഒരു കൊച്ച് വചനം കേട്ടു പഠിച്ചെങ്കിൽ ശരിക്കും ആ കുഞ്ഞിൻ്റെ എഫേർട്ടിനേക്കാൾ ഉപരി അതിൻ്റെ അപ്പനും അമ്മയും എടുക്കുന്നൊരു തീരുമാനമുണ്ട്, അവരുടെ ഒരു ചോയ്സ് ഉണ്ട്. ഞങ്ങളുടെ കുഞ്ഞ് ഇങ്ങനെ വളരണം എന്നവർ തീരുമാനിച്ചിട്ടുണ്ട്. ആ തീരുമാനത്തിന് ദൈവം കൊടുക്കുന്ന അനുഗ്രഹമാണ് ആ കുഞ്ഞുങ്ങൾ വചനം കേട്ടും പഠിച്ചും വളരുന്നത്. അപ്പം അങ്ങനെ എല്ലായിടത്തും സംഭവിക്കട്ടെ എന്ന് സ്നേഹത്തോടെ ആശംസിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. കാരുണ്യ വഴിയുടെ 25-ാമത്തെ ദിവസത്തെ ശുശ്രൂഷ. ഇന്നത്തെ ഹോംവർക്ക് ആദ്യം പറയാം. ഹോംവർക്ക് ആദ്യമേ പറഞ്ഞേക്കാം, അതാവുമ്പോൾ അവസാനം ചിലപ്പോൾ വിട്ടുപോകും. അത് അങ്ങനെ വിട്ടുപോകാതിരിക്കാനാണ് നേരത്തെ തന്നെ അങ്ങ് പറഞ്ഞ് ഏൽപ്പിക്കുന്നത്. അത് മാത്രമല്ല, ഇന്നത്തെയും നാളത്തെയും ടോക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ ഈ ഹോംവർക്ക് നിങ്ങൾ ചെയ്തു വെക്കുന്നത് ഉപകാരപ്പെടും. എന്താണ് ഹോംവർക്ക്? നമ്മുടെ കാരുണ്യ വഴി ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരുടെ റിക്വസ്റ്റ് വന്നതാണ്, അച്ഛാ അന്ത്യത്താഴത്തെക്കുറിച്ച് അച്ഛൻ അധികം പറഞ്ഞില്ലല്ലോ. അന്ത്യത്താഴത്തെക്കുറിച്ച് പറയാതെ നമ്മൾ ആ പീഡാസഹന രംഗങ്ങളിലേക്ക്, വിചാരണയിലേക്ക് ഒക്കെ കയറിപ്പോയില്ലേ? അച്ഛൻ ഒന്ന് പുറകോട്ട് വന്നിട്ട് അന്ത്യത്താഴത്തെക്കുറിച്ചും സംസാരിക്കണമെന്ന് ആവശ്യമുയർന്നു. അപ്പം നമ്മൾ ഇന്നും നാളെയും അന്ത്യത്താഴ രംഗങ്ങളാണ് ചിന്തിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കുള്ള ഹോംവർക്ക് എന്തായിരിക്കും? സ്വാഭാവികമായിട്ടും 4 സുവിശേഷങ്ങളിലെ അന്ത്യത്താഴ രംഗം വായിക്കണം. 4 സുവിശേഷങ്ങളിലെ. അപ്പം അങ്ങനെ വരുമ്പോൾ ഒരു ഗുണം, നമ്മൾ നമ്മുടെ ബൈബിളൊന്ന് മറിക്കും. ബൈബിളൊന്ന് മറിച്ച് ഈ 4 സുവിശേഷങ്ങളിലെ സിഹനൂട്ടിശാല രംഗമില്ലേ, അതൊന്ന് വായിക്കണം. അപ്പോൾ നമുക്കറിയാം അതിനകത്ത് പ്രത്യേകത എന്താണ്. സിനോപ്റ്റിക് ഗോസ്പൽസിൽ മത്തായി, മർക്കോസ്, ലൂക്കാ സുവിശേഷങ്ങളിൽ ഈ അപ്പം മുറിക്കൽ ശുശ്രൂഷയാണ് അന്ത്യത്താഴം. എന്നാൽ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ കാലുകഴുകൽ ശുശ്രൂഷയാണ് അന്ത്യത്താഴം. അപ്പോൾ അത് രണ്ടും ബ്ലെൻഡ് ചെയ്യണം. ഒരു സ്ഥലത്ത് ബലിയർപ്പണം, ഇപ്പുറത്ത് ശുശ്രൂഷ, രണ്ടും ചേരുന്നിടത്താണ് ആ അവസാനത്തെ പഠിപ്പീര്, അവസാനത്തെ ആ ശുശ്രൂഷ അത് പൂർണ്ണമാകുന്നത്. അപ്പം അങ്ങനെ നിങ്ങൾ ഈ 4 സുവിശേഷങ്ങളിലെയും അന്ത്യത്താഴ രംഗം, എനിക്കറിയാം കഴിഞ്ഞ ദിവസവും ഒരു ചേച്ചി എന്നോട് പറഞ്ഞു, എൻ്റെ അച്ഛാ എന്തുമാത്രം ഈ എന്തുമാത്രം ഹോംവർക്കായത്. ഞാനിത് പറയുന്നതേ ഉള്ളൂ. ചിലർക്കൊക്കെ ചെയ്യാൻ നല്ല മനസ്സുണ്ട്, ചിലർക്ക് ചെയ്യാൻ സമയമുണ്ട്. അപ്പം ഈ മനസ്സും സമയമുള്ളവർ ചെയ്യട്ടെ. ബാക്കിയുള്ളവർ ഹോംവർക്ക് കാരണം ക്ലാസ്സിൽ വരാതിരിക്കരുത്. ചിലപ്പോൾ നമുക്ക് പണ്ട് നാളിൽ അങ്ങനെ സ്വഭാവമുണ്ട്. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഹോംവർക്ക് ഉള്ള ദിവസം നമ്മൾ സ്കൂളിൽ പോകത്തില്ല, ഇത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം പോകാം, അങ്ങനെ വിചാരിക്കേണ്ട.
നിങ്ങൾക്കതൊരു വലിയ ഭാരമായിട്ടും തോന്നണ്ട. നിങ്ങൾ പറ്റുന്നവർ ചെയ്യുക. ചെയ്യാൻ ഞാൻ സ്നേഹത്തോടെ നിർബന്ധിക്കും. എന്നാലും പറ്റുന്നില്ല, നിങ്ങളുടെ സാഹചര്യം നിങ്ങൾക്കും ദൈവത്തിനും അറിയാം. നിങ്ങളിത് കൂടുന്നത് തന്നെ വലിയ കാര്യമെന്ന് കർത്താവ് പോലും വിചാരിക്കുന്നുണ്ടായിരിക്കും. ദൈവം ഇത്രയും തിരക്കിനിടയ്ക്കും അവരിത് കേൾക്കുന്നുണ്ടല്ലോ, കൂടുന്നുണ്ടല്ലോ, മതി. അപ്പോൾ നിങ്ങൾക്ക് കർത്താവ് കരുണയോടെ നോക്കിക്കോളും. ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ ഇത് കേൾക്കണം. അപ്പോൾ പറ്റുന്നവർ അല്പം പെയിൻ എടുത്തിട്ടാണെങ്കിലും, നമുക്കെല്ലാം വളരെ സുഖകരമായിട്ടിരിക്കുമ്പോൾ ചെയ്യുന്നതിലല്ലല്ലോ വിലയുള്ളത്. അത്ര സുഖകരമല്ലാത്തപ്പോഴും തിരക്കൊരുപാടുള്ളപ്പോഴും ഒട്ടും പറ്റാത്തപ്പോഴും സമയം കണ്ടെത്തി കർത്താവിൻ്റെ വചനം കേൾക്കുകയും വായിക്കുകയും ചെയ്യുമ്പോൾ അതിനല്ലേ വിലയുള്ളത്. അതല്ലേ കർത്താവ് എത്ര താല്പര്യത്തോടെ നോക്കാൻ പോകുന്നത്. അതുകൊണ്ട് എഫേർട്ട് എടുത്ത് ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ചിന്ത, നമ്മൾ ചിന്തിക്കുന്നത്, അന്ത്യത്താഴ വേളയിൽ ഈശോ ബലിയർപ്പണം നടത്തി. അപ്പവും വീഞ്ഞും കൈകളിലെടുത്ത് ഈശോ ബലിയർപ്പണം നടത്തി. അപ്പവും വീഞ്ഞും കൈകളിലെടുത്തിട്ട് ഇതെൻ്റെ ശരീരം വാങ്ങിക്കഴിക്കുവിൻ, ഇതെൻ്റെ രക്തം വാങ്ങിക്കുടിക്കുവിൻ എന്ന് പറഞ്ഞവൻ, അന്ത്യത്താഴ നാളിൽ ബലിയർപ്പിച്ചവൻ, കൃത്യം 24 മണിക്കൂറിനുള്ളിൽ കാൽവരി മലയുടെ നെറുകയിൽ അവൻ ബലിവസ്തുവായി മാറി. ബലി അർപ്പിച്ചവൻ ബലിവസ്തുവായി മാറുകയാണ്. തലേന്നാൾ അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും സാദൃശ്യത്തിൽ ഇതാ ഞാൻ മുറിക്കപ്പെടുന്നു, ഇതാ ഞാൻ ചിന്തപ്പെടുന്നു എന്ന് പറഞ്ഞവൻ കൃത്യം ആ പറഞ്ഞത് പിറ്റേന്നാൾ കാൽവരിയുടെ നെറുകയിൽ പൂർത്തിയാക്കി. അവൻ്റെ ശരീരം തകർക്കപ്പെട്ടു, അവൻ്റെ ചോര ചിന്തപ്പെട്ടു. ഇതാണ് ബലിയർപ്പണം. എന്ത്? ബലിയർപ്പകനിൽ നിന്ന് ബലിവസ്തുവിലേക്കുള്ള ദൂരം കണ്ടെത്തുന്നിടത്താണ്, ആ ദൂരം താണ്ടുന്നിടത്താണ് ബലി പൂർണ്ണമാകുന്നത് എന്നോർക്കണേ. ബലിയർപ്പകനിൽ നിന്ന് ബലിവസ്തുവിലേക്കുള്ള ദൂരം താണ്ടുന്നിടത്താണ് നമ്മൾ ബലി പൂർത്തിയാക്കുന്നത്. ഇനി നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്? നമ്മളൊക്കെ നിൽക്കുന്ന ഒരു പൊസിഷനുണ്ട്. നമ്മളൊക്കെ നല്ല ബലിയർപ്പകരാണ്. നമ്മളെല്ലാ ദിവസവും കുർബാന അർപ്പിക്കും. നമ്മളെല്ലാ ഞായറാഴ്ചയും ഉറപ്പായിട്ടും കുർബാന അർപ്പിക്കും. കുർബാന കടം വരുത്തത്തില്ല. നമ്മൾ ബലിയർപ്പണം പക്കയാണ്. മനസ്സറിഞ്ഞ് നമ്മൾ അർപ്പിക്കുന്നുണ്ട്. മനസ്സറിഞ്ഞ് നമ്മളെ ഓഫർ ചെയ്യുന്നുണ്ട്. നമ്മുടെ സങ്കടങ്ങളും പ്രാർത്ഥനകളും, നമ്മുടെ സമ്പാദ്യത്തിൻ്റെ പങ്ക്, നമ്മുടെ നന്മ ഒക്കെ സമർപ്പിക്കുന്നുണ്ട്. നമ്മൾ സമർപ്പണം, ഓഫർ ട്രീ നടക്കുന്നുണ്ട്. നമ്മുടെ ഉള്ളതൊക്കെ, അതിപ്പോൾ സങ്കടമാണെങ്കിൽ സങ്കടം, നമ്മുടെ മെച്ചപ്പാടാണെങ്കിൽ മെച്ചപ്പാട്, ഇതെല്ലാം കൂടെ തടുത്തു കൂട്ടി എടുത്തിട്ട് അതിൻ്റെ ഒരു പങ്ക് ചിലപ്പോൾ മുഴുവനായിട്ടും ഈശോയ്ക്ക് വിട്ടുകൊടുക്കുന്നുണ്ട്. ബലിയർപ്പണം നടക്കുന്നുണ്ട്. ബലിയർപ്പണം നടക്കണം. ഈ സമർപ്പണം നടക്കണം. അത് ബൈബിളിൽ പല ആവർത്തി നമുക്ക് കാണാൻ പറ്റും. ഞാനിത് സമയക്കുറവ് കൊണ്ട് വചനം വായിക്കുന്നില്ല, പക്ഷെ റെഫറൻസ് തരാം. നിങ്ങളത് വായിച്ചെടുക്കുക, അല്ലെങ്കിൽ നമുക്ക് വിഷ്വൽ കാണിക്കാം. അപ്പം നിങ്ങളത് നോക്കിപ്പോണം. 1 ദിനവൃത്താന്തം 29 അധ്യായം 9 വാക്യം. 1 ദിനവൃത്താന്തം 1 പുസ്തകം 29 അധ്യായം 9 വാക്യം. ചിലർ ആവർത്തിച്ച് ആവശ്യപ്പെടുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇംഗ്ലീഷ് റെഫറൻസും കൂടെ പറയണം. ഞങ്ങൾക്ക് ചില ബുക്കുകളുടെ പേര് മനസ്സിലാകുന്നില്ല. 1 Chronicles chapter 29 verse 9. അവിടെ ഈ സമർപ്പണത്തിൻ്റെ, അതായത് അവിടെ പറഞ്ഞിരിക്കുന്നത് കർത്താവിന് ഉദാരമായി നൽകാൻ കഴിഞ്ഞതിൽ ജനം സന്തോഷിച്ചു. സമർപ്പണം, ബലിയർപ്പണം നടത്താൻ പറ്റിയതിൽ സന്തോഷിക്കുന്നു. കോരിന്തോസുകാർക്കുള്ള 2 ലേഖനത്തിൻ്റെ 9 അധ്യായം 7 വാക്യം. 2 Corinthians chapter 9 verse 7. അവിടെയും ഈ നൽകൽ, ഉദാരമായി പൂർണ്ണമായി നൽകണം, ബലിയർപ്പണം നടത്തണം, ഓഫർ ട്രീ നടത്തണം എന്നതിനെക്കുറിച്ചുള്ള റെഫറൻസ് ഉണ്ട്. അപ്പം നമ്മുടെ ചിന്ത, ഈ നടത്തുന്നവർ, ഈ ബലിയർപ്പണം നടത്തുന്നവർ നമ്മൾ ബലിവസ്തുവാകുന്നുണ്ടോ? അപ്പോൾ നിങ്ങൾ ചോദിക്കും, അതെങ്ങനെയാച്ചാ ഈ ബലിവസ്തുവാകുന്നത്? അത് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കുമ്പോഴാണ് കുർബാന നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നത് ജീവിതത്തിൽ. നമ്മൾ വിശുദ്ധ കുർബാനയുടെ അനാഫ്രയിൽ അതിപ്രധാന ഭാഗത്ത് കൂദാശ സ്ഥാപക വചനങ്ങൾ ചെല്ലുന്നുണ്ട്. കൂദാശ സ്ഥാപന രംഗം, അയ്യോ എന്ത് രസമായിട്ടാണ് ചെല്ലുന്നത്. അത് ഓരോ തവണയും ഓരോ മ്യൂസിക്കൊക്കെ ഇട്ട് നന്നായിട്ട് പിച്ച് കയറ്റിയും കുറച്ചുമൊക്കെ നമ്മൾ പറയുന്നില്ലേ, അവൻ അപ്പം എടുത്ത് വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് പറഞ്ഞു, ഇത് നിങ്ങൾക്ക് വേണ്ടി ചിന്ത മുറിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു, വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്പം നമ്മളെല്ലാവരും കൂടി ഇമ്പത്തിൽ പറയും ആമേൻ. അത് കഴിഞ്ഞിട്ട് പറയും, നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന എൻ്റെ രക്തമാകുന്നു, വാങ്ങി കുടിക്കുവിൻ, പുതിയ ഉടമ്പടിയുടെ രക്തം, പാപമോചനത്തിൻ്റെ രക്തം. അപ്പം നമ്മൾ പറയും ആമേൻ. അത് കഴിയുമ്പോൾ ഒരു കാര്യമുണ്ട്, എന്തെന്നറിയാമോ? അത് കഴിയുമ്പോഴുള്ള കാര്യം, ഞാൻ ഈ ചെയ്തത് എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ചെയ്യുവിൻ. അപ്പോൾ സമൂഹത്തിൻ്റെ റെസ്പോൺസ് എങ്ങനെയെന്നറിയാമോ? നമ്മൾ ഒരുമിച്ച് താണു വണങ്ങും. എന്താ അതിൻ്റെ അർത്ഥം? ഞങ്ങൾ ചെയ്യാം. എന്ത് ചെയ്യാം?
ഞങ്ങൾ മുറിക്കപ്പെടാം, ഞങ്ങൾ ചിന്തപ്പെടാം എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഞങ്ങൾ ബലി അർപ്പിക്കുക മാത്രമല്ല, കർത്താവേ നീ ആഗ്രഹിച്ചതുപോലെ ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യണം. അപ്പം ഞങ്ങൾ ചെയ്തോളാം, സമ്മതിച്ചു. എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങുക. എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന വഴിയാണ് ഒരുത്തൻ നമ്മുടെ താടിക്കിട്ട് തട്ടുക. താടിക്ക് തട്ടുക എന്ന് വെച്ചാൽ അക്ഷരാർത്ഥത്തിൽ ചിലപ്പോൾ നമ്മുടെ താടിക്കിട്ട് തട്ടി കാണത്തില്ല, എന്തോ ഒരു വർത്തമാനം നമ്മളോട് പറഞ്ഞു. അത് പറഞ്ഞ പാടെ നമ്മൾ അവരെ നേരെ മെക്കിട്ട് കയറാൻ ചെല്ലും. എടാ നിന്നോട് ആരാ ഈ വർത്തമാനം പറഞ്ഞേ എന്ന് പറഞ്ഞ് മെക്കിട്ട് കയറാൻ ചെല്ലുമ്പോൾ നമുക്ക് ഒരവസരം നഷ്ടപ്പെട്ടു. എന്തിനുള്ള അവസരം? ബലി വസ്തുവാകാൻ. അതാണ് മുറിക്കപ്പെടുന്ന സ്ഥലം. അതാണ് മുറിക്കപ്പെടുന്ന സ്ഥലം. പള്ളിക്കകത്ത് നമ്മൾ അർപ്പിച്ചു, പള്ളിക്കകത്ത് നമ്മൾ ബലി അർപ്പിച്ചു. ഇനി ആ ബലി വസ്തുവാകേണ്ടത് പള്ളിക്ക് പുറത്താണ്. നമുക്കെന്താ പറ്റുന്നേ? നമ്മളൊക്കെ പള്ളിയകത്ത് ബലിയർപ്പകരാണ്, പള്ളിക്ക് പുറത്ത് ബലി വസ്തുവാകുന്നില്ല. പള്ളിക്കകത്ത് ബലിയർപ്പിച്ചിട്ട് വീട്ടിൽ ചെല്ലുമ്പോഴാണ് ഭർത്താവ് എന്തോ ഇഷ്ടക്കേട് പറയുന്ന കാര്യം പറഞ്ഞു. അപ്പോൾ നമുക്കൊരവസരം കിട്ടിയിരിക്കുക. എന്തിന്? ബലി വസ്തുവാകാൻ. നമുക്കത് പറ്റുന്നില്ല, നമുക്കത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല. അല്പം നമുക്ക് ഇഷ്ടക്കേടുള്ള കാര്യമാണ് പറഞ്ഞത്. പക്ഷേ ആ ഇഷ്ടക്കേടിൻ്റെ കയ്പ് അങ്ങ് ഏറ്റെടുക്കാവോ? ഏറ്റെടുക്കുമ്പോൾ എന്ത് പറ്റുന്നറിയാമോ? ബലി വസ്തുവാകുക. മക്കള് അപ്പനൊരു കാര്യം പറഞ്ഞു, അമ്മയൊരു കാര്യം പറഞ്ഞു, അനുസരിക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ അനുസരിക്കുന്നിടത്ത് നമ്മൾ എന്താകുന്നു? ബലി വസ്തുവാകുന്നു. ബലി വസ്തുവാകുന്നിടത്താണ് ക്രിസ്തീയ ജീവിതം പൂർണ്ണമാകുന്നത്. കേവലം ബലിയർപ്പകരായി നമ്മൾ തീർന്നു പോയാൽ വി വിൽ ബി ജസ്റ്റ് റിച്വൽ ക്രിസ്ത്യൻസ്. എന്തത്? ഈ അനുഷ്ഠാന വിധികളുടെ ക്രിസ്തീയത. ഞാൻ ഈ ഏറ്റവും അവസാനം മുംബൈയിൽ നാസിക് ഫൊറോന പള്ളിയിൽ ധ്യാനിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവിടെ പതിവില്ലാതെ ഞാനൊരു ചോദ്യം ചോദിച്ചു. സാധാരണ എങ്ങും ചോദിക്കുന്നതല്ല, അന്ന് അങ്ങനെ ചോദിക്കാൻ തോന്നി. അവരോട് ഞാൻ ചോദിച്ചു, ഈ നാസിക്കിലുള്ള ക്രിസ്ത്യാനികളും നിങ്ങളുടെ കൂടെ സമീപത്ത് ജീവിക്കുന്ന ഇതര മതസ്ഥരും തമ്മിൽ എന്താണ് വ്യത്യാസം? ഈ ചോദ്യോത്തര ശൈലി എൻ്റെ സ്വഭാവത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താണ് വ്യത്യാസം? നിങ്ങൾ പറ. പള്ളിക്കകത്ത് ധ്യാനം കൂടിക്കൊണ്ടിരുന്നവർ അവർ ആവേശത്തോടെ പറയാൻ തുടങ്ങി, അച്ചോ അവർ ഞായറാഴ്ച ആചരണമൊന്നുമില്ല അച്ഛാ, ഞങ്ങൾക്ക് ഞായറാഴ്ച ആചരണമുണ്ട്. ഞാൻ പറഞ്ഞു നല്ല കാര്യം. ഉടനെ പിള്ളേർ പറഞ്ഞു, അവർക്ക് സൺഡേ സ്കൂളില്ല അച്ഛാ, ഞങ്ങൾക്ക് സൺഡേ സ്കൂളുണ്ട്. പിള്ളേർ സങ്കടപ്പെട്ടാ പറയുന്നത്, അവർക്ക് സൺഡേ സ്കൂളില്ല അച്ഛാ, ഞങ്ങൾക്ക് സൺഡേ സ്കൂളുണ്ട്. നല്ല കാര്യം. വേറെ കുറച്ച് പേര് പറയുന്നു, ഞങ്ങൾക്ക് വിവാഹൊരുക്ക സെമിനാർ ഉണ്ട് അച്ഛാ, അവർക്ക് വിവാഹൊരുക്ക സെമിനാർ ഇല്ല. നല്ല കാര്യം. ഞങ്ങൾ ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്നു അച്ഛാ. അപ്പോൾ ഞാൻ പറഞ്ഞു, അതിൻ്റെ ബാക്കി പറയാൻ നിൽക്കണ്ട, അവിടെ നിൽക്കട്ടെ. പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്തത്. അപ്പോൾ അങ്ങനെ ഇവർ കുറേ കാര്യങ്ങൾ പറഞ്ഞു. നമുക്ക് മാമുദിസ ഉണ്ട് അച്ഛാ, അവർക്ക് മാമുദിസ ഇല്ല. ഇതെല്ലാം പറഞ്ഞു. ഞങ്ങൾക്ക് നല്ല പള്ളി ഉണ്ട് അച്ഛാ, അവർക്ക് പള്ളിയില്ല. അപ്പം ഞാൻ അവരോട് ചോദിച്ചേ, നിങ്ങൾ ഈ പറഞ്ഞതല്ലാതെ എന്താ നിങ്ങളിൽ ആരും പറയാതിരുന്നേ? അച്ഛാ അവർ കള്ളം പറയൂ അച്ഛാ, ഞങ്ങൾ കള്ളം പറയത്തില്ല. അവർ കച്ചവടത്തിൽ അനീതി കാണിക്കും അച്ഛാ, ഞങ്ങൾ അനീതി കാണിക്കത്തില്ല അച്ഛാ. അവർ ട്രാഫിക് നിയമമൊക്കെ ലംഘിക്കും അച്ഛാ, ഞങ്ങൾ ട്രാഫിക് നിയമം ലംഘിക്കത്തില്ല അച്ഛാ. അതായത് ലൈഫിൻ്റെ ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു വ്യത്യാസവും നമുക്ക് പറയാനില്ലാതായി പോവല്ലേ? ലൈഫിൻ്റെ ക്വാളിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വ്യത്യാസവും നമുക്ക് പറയാനില്ല. നമുക്ക് ആകെപ്പാടെ പറയാനുള്ള വ്യത്യാസം എന്താ? റിച്വൽസ്. അവർ വേറെ രീതിയിൽ ചെയ്യുന്നു, ഞങ്ങൾ ഈ രീതിയിൽ ചെയ്യുന്നു. ഇത് രണ്ടും ചെയ്ത് കഴിഞ്ഞിട്ട് ജീവിക്കുന്നത് എങ്ങനെയാ? ജീവിക്കുന്ന ഒരുപോലെയാണെങ്കിൽ പിന്നെ വാട്ട് സ്പെഷ്യാലിറ്റി ഓഫ് ക്രിസ്ത്യാനിറ്റി? വാട്ട് ഈസ് എ സ്പെഷ്യാലിറ്റി ഓഫ് ക്രിസ്ത്യാനിറ്റി? എന്തുകൊണ്ട് ക്രിസ്ത്യാനി ആയിരിക്കണം? ഇത് അവരവിടെയും ഇവരിവിടെയും ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു. അവരവരുടെ രീതി ചെയ്തു, നമ്മൾ നമ്മുടെ രീതി ചെയ്തു. ഇത് കഴിഞ്ഞിട്ട് പറയുന്ന വർത്തമാനവും ചെയ്യുന്ന പ്രവൃത്തിയും എടുക്കുന്ന നിലപാടും ഒരുപോലെയാണെങ്കിൽ പിന്നെ എന്തിനാ ഇത് എന്ന് പുതിയ തലമുറ നമ്മളെ നോക്കി ചോദിച്ചാൽ കുറ്റം പറയാൻ പറ്റുമോ? അവിടെയാണ് ബലിയർപ്പകനിൽ നിന്ന് ബലി വസ്തുവിലേക്കുള്ള ദൂരം. കേവലം ബലി അർപ്പിക്കുന്നവരായി നമുക്ക് തീർന്നു പോയാൽ പോരാ കേട്ടോ. നമുക്ക് ബലി വസ്തുവാകണം. ബലി വസ്തുവാകുന്നത് കുറച്ചുകൂടെ ജീവിതബന്ധിയാണ്, ജീവിതവുമായിട്ട് കണക്റ്റഡാണ്. മുറിയപ്പെടാൻ കിട്ടുന്ന അവസരങ്ങൾ പാഴാക്കി കളയരുത്. അത് പല അവസരം കിട്ടും. പുതിയതിൻ്റെ പുറകെ തേടി പോകണമെന്നില്ല. നമുക്കതാ ഇഷ്ടം എന്ന് വെച്ചാൽ എന്താണെന്നറിയാമോ? നമ്മൾ വേണമെങ്കിൽ മുട്ടുകുത്തി കൈ വിരിച്ചു പിടിച്ച് 1 മണിക്കൂർ നിൽക്കും. എന്താ? നമ്മൾ ബലി വസ്തുവാകുകയാണ്. നമ്മൾ വേണമെങ്കിൽ മെറ്റലിൻ്റെ മേളിൽ കയറി മുട്ടുകുത്തി നിൽക്കും. എന്താ? നമ്മൾ ബലി വസ്തുവാകുകയാണ്. പക്ഷേ ഇത് നമ്മൾ ഇഷ്ടപ്പെട്ട് അല്ലെങ്കിൽ നമ്മളായിട്ട് തേടിപ്പോയ സഹനമല്ലേ? കുറേ സഹനം ഇങ്ങോട്ട് വരുമല്ലോ നമ്മുടെ അടുത്തോട്ട്. അതായത് നമ്മളിങ്ങനെ മര്യാദയ്ക്ക് നടക്കുമ്പോൾ
നമുക്ക് കേട്ടറിവ് പോലും ഇല്ലാത്തൊരു ആരോപണം നമുക്ക് നേരെ ഉന്നയിക്കപ്പെട്ടു. നമുക്ക് ആ ആരോപണത്തിൽ ഒരു തരി പോലും പങ്കില്ല. നമുക്ക് നേരെ ഉയർന്നിരിക്കുന്ന ആ കഥയിൽ നമുക്കൊരു പങ്കുമില്ല. ആ നേരത്ത് വിശദീകരണം കൊടുക്കാൻ പോകാതെ അയ്യോ അങ്ങനൊന്നും അല്ല എന്ന് പറഞ്ഞ് വെപ്രാളപ്പെടാതെ അതങ്ങ് നടക്കട്ടെ, പറയട്ടെ. എനിക്കൊന്ന് മുറിയപ്പെടാൻ കിട്ടിയ അവസരമല്ലേ, ബലി വസ്തു ആവുമല്ലേ, ഏറ്റെടുത്തേക്ക്. എല്ലാ ആരോപണങ്ങളിലും എന്നാ പറയേണ്ടത്, ഇങ്ങനെ പിടയ്ക്കാൻ നിൽക്കരുത്. ഈശോ പിടച്ചില്ല, ഈശോ കുതറി മാറിയില്ല. അവിടെയാണ് അവൻ ബലിവസ്തുവായത്. കുരിശേ പോലും അവൻ ആ ആണി അടിച്ച് കയറ്റിയ കൈ തെറിപ്പിച്ച് കളയാൻ നോക്കിയില്ല, ഏറ്റെടുത്തു. നമ്മളെ കളിയാക്കുന്ന എത്ര പേരുണ്ട്. ഈ കളിയാക്കലെല്ലാം വരുമ്പോഴേക്കും എന്നെക്കുറിച്ച് അങ്ങനെ പറയാൻ പാടില്ല കേട്ടോ എന്ന് പറഞ്ഞ് വേണ്ടെന്നേ. അപ്പോൾ ഓർക്കണം, ഇന്ന് രാവിലെ പള്ളിക്കകത്ത് കയറി ഞാൻ അർപ്പിച്ച വിശുദ്ധ കുർബാന എനിക്കിവിടെ ബലിവസ്തുവാകാൻ കർത്താവ് ചാൻസ് തന്നിരിക്കുകയാണ്. കളിയാക്കിക്കോ കേട്ടോ, ഇപ്പം എനിക്ക് ചാൻസ് കിട്ടി, എന്തിന്? ബലിവസ്തുവാകാൻ. അപ്പോൾ ഈ ചിന്ത മനസ്സിൽ കിടക്കട്ടെ. പള്ളിയകത്ത് ബലിയർപ്പിച്ച നമ്മൾ പള്ളിക്ക് പുറത്ത്, നമ്മുടെ വീട്ടിൽ, നമ്മൾ നടക്കുന്ന വഴിയിൽ, ജോലി ചെയ്യുന്ന ഇടത്തിൽ, നമ്മൾ പഠിക്കുന്ന സ്ഥലങ്ങളിൽ ബലിവസ്തുവാകുന്നിടത്താണ് വിശുദ്ധ കുർബാന പൂർണ്ണമാകുന്നത് എന്നോർത്ത് കർത്താവേ, കേവലം ബലിയർപ്പകരായി ചുരുങ്ങിപ്പോകാതെ ബലിവസ്തുവാകുന്നത് ആ അനുഭവം കിട്ടുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എന്ന് ദിവ്യകാരുണ്യ ആരാധനയിൽ പ്രാർത്ഥിച്ച് നമുക്കൊരുങ്ങാം. ആമേൻ. ഇന്നത്തെ പ്രവൃത്തി. 4 സുവിശേഷങ്ങളിലെയും അന്ത്യത്താഴ ഭാഗങ്ങൾ വായിക്കുക. കനലോടു ചേരുമ്പോൾ കനലായി മാറുമ്പോൾ തവ തിരുഹൃദയത്തിൻ സ്നേഹമായി തീരാൻ. കനലോടു ചേരുമ്പോൾ കനലായി മാറുമ്പോൾ തവ തിരുഹൃദയത്തിൻ സ്നേഹമായി തീരാൻ. നാളെത്രയായി ഞാൻ ആശിപ്പൂ ഈശോയേ, എന്നെ നിൻ സ്നേഹമായി മാറ്റണേ. നാളെത്രയായി ഞാൻ ആശിപ്പൂ ഈശോയേ, എന്നെ നിൻ സ്നേഹമായി മാറ്റണേ. എൻ്റെ ഈശോയേ, ദിവ്യകാരുണ്യമേ, നിന്നെ കാത്തിരിക്കാം ഞാൻ എൻ്റെ അന്ത്യം വരെ. എൻ്റെ ഈശോയേ, ദിവ്യകാരുണ്യമേ, നിന്നെ കാത്തിരിക്കാം ഞാൻ എൻ്റെ അന്ത്യം വരെ. എന്നിൽ അലിഞ്ഞു നീ ഞാനായി തീരുമ്പോൾ, നിന്നിൽ അലിഞ്ഞു ഞാൻ നീയായി തീർന്നിടാം. എന്നിലലിഞ്ഞു നീ ഞാനായി തീരുമ്പോൾ, നിന്നിലലിഞ്ഞു ഞാൻ നീയായി തീർന്നിടാൻ. ഇത്ര നാളായി കൊതിച്ചിടുന്നു നാഥാ, എന്നെ നീയാക്കി മാറ്റിടേണമേ. എൻ്റെ ഈശോയേ, ദിവ്യകാരുണ്യമേ, നിന്നെ കാത്തിരിക്കാം ഞാൻ എൻ്റെ അന്ത്യം വരെ. എൻ്റെ ഈശോയേ, ദിവ്യകാരുണ്യമേ, നിന്നെ കാത്തിരിക്കാം ഞാൻ എൻ്റെ അന്ത്യം വരെ. ഈശോയെ, പരിശുദ്ധനായവനെ, നിനക്ക് ആരാധന. കർത്താവേ, കാരുണ്യ വഴി ശുശ്രൂഷയുടെ 25-ാം നാൾ തിരുമുമ്പാകെ ആരാധനയോടെ നിൽക്കുമ്പോൾ ഇന്നോളം ഞങ്ങൾക്കായി ചൊരിയുന്ന എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് കർത്താവേ, നിനക്ക് നന്ദി. പ്രത്യേകിച്ച് ഈ ശുശ്രൂഷയുടെ നാളുകളിൽ നീ ഞങ്ങളോട് കാണിക്കുന്ന കരുണയോർത്ത്, ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്നതിനെ ഓർത്ത്, കൂടുതൽ വിശുദ്ധീകരണത്തിലേക്ക്
ഞങ്ങളെ ഒരുക്കുന്നതിനെ ഓർത്ത് ഈശോയെ നിനക്ക് നന്ദി. ഇന്ന് തിരുമുമ്പാകെ ഞങ്ങൾ കേട്ടത്, ഞങ്ങൾ ധ്യാനിച്ചത് ഈശോ നിന്റെ അന്ത്യ അത്താഴത്തെയാണല്ലോ. ഒരു ക്രിസ്ത്യാനിക്ക് പാഠപുസ്തകം പോലെ തുറന്നു വച്ചിരിക്കുന്ന അന്ത്യത്താഴ രംഗത്തെ ഞങ്ങൾ പ്രാർത്ഥനയോടെ കേൾക്കുകയായിരുന്നു. ഈശോയെ, നീ വിശുദ്ധ കുർബാന സ്ഥാപിച്ച് കുർബാന അർപ്പിച്ച ദിവസം ഞങ്ങൾ ചിന്തിച്ചത്, അന്ത്യത്താഴ വേളയിൽ സിഹനൂട്ടുശാലയിൽ ബലിയർപ്പകനായ നീ അപ്പവും വീഞ്ഞും കൈകളിലെടുത്ത് ഇതെൻ്റെ ശരീരം, ഇതെൻ്റെ രക്തമെന്ന് പറഞ്ഞ് ബലിയർപ്പിച്ച നീ എൻ്റെ ഈശോ 24 മണിക്കൂറിനുള്ളിൽ കാൽവരിയുടെ നെറുകയിൽ ബലി വസ്തുവായി മാറിയല്ലോ. നീ തലേന്നാൾ അർപ്പിച്ച ബലിയുടെ പൂർത്തീകരണമായിരുന്നല്ലോ കർത്താവേ കാൽവരിയിൽ നടന്നത്. ഈശോയെ, ഞങ്ങളും ഭേദപ്പെട്ട ബലിയർപ്പകരാണ്. എല്ലാ ദിവസവും എന്നതുപോലെ കുറഞ്ഞ പക്ഷം എല്ലാ ഞായറാഴ്ചകളിലും ഞങ്ങൾ ബലിയർപ്പകരാണ് ഈശോയെ. എന്നാണ് ബലിയർപ്പകനിൽ നിന്ന് ബലിവസ്തുവിലേക്കുള്ള ദൂരം ഞങ്ങൾ കണ്ടെത്തുന്നത്. ബലിയർപ്പിച്ചിറങ്ങിപ്പോരുമ്പോഴും ബലിവസ്തുവാകാൻ ഞങ്ങൾക്ക് മനസ്സില്ലാതായി പോകുന്നു. ഈശോയെ, ബലിയർപ്പിക്കുക, ആ ബലിയർപ്പണം പൂർത്തിയാകുന്നത് ബലിവസ്തുവാകുമ്പോഴാണെന്നുള്ള തിരിച്ചറിവ് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾ ഓരോ ദിനവും അർപ്പിക്കുന്ന വിശുദ്ധ കുർബാനയെ ജീവിതം കൊണ്ട് പൂർത്തിയാക്കാൻ കിട്ടുന്ന അവസരങ്ങളെ തട്ടിത്തെറിപ്പിച്ചു കളയാതെ ഓരോ പകലിലും ബലി വസ്തുവാക്കപ്പെടുവാൻ ഞങ്ങൾ നീ ഒരുക്കണേ. അങ്ങനെ വരുമ്പോഴാണല്ലോ കർത്താവേ നിന്റെ ബലി ഞങ്ങളിൽ പൂർത്തിയാകുന്നത്, നിന്റെ ബലിയർപ്പണത്തിൻ്റെ അർത്ഥം ഞങ്ങൾക്ക് മനസ്സിലാകുന്നത്. ദൈവജനമേ, ബലി വസ്തുവാകാൻ കിട്ടുന്ന അവസരങ്ങളെ ഓർത്തെടുക്കണം. ഈ നേരത്ത് മുറിയപ്പെടാൻ, തകർക്കപ്പെടാൻ, ചിന്തപ്പെടാൻ കിട്ടിയ അവസരങ്ങളെ ഓർക്കണേ. എന്തേ ബലി അർപ്പിച്ച നമുക്ക് അത്തരം അവസരങ്ങളോട് ഇത്ര വൈമുഖ്യം? എന്തേ അപമാനിക്കപ്പെടാൻ നമുക്കിത്ര ഭയം? പരിഹസിക്കപ്പെടാൻ നമുക്കിത്ര താല്പര്യക്കുറവ്? മുറിക്കപ്പെടാൻ, തകർക്കപ്പെടാൻ, പീഡനങ്ങൾ ഏൽക്കുവാൻ എന്തുകൊണ്ട് നമ്മൾ ഇവയിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു? ഈശോ, ഞങ്ങൾ ഇന്ന് തിരിച്ചറിയുന്നു, ഞങ്ങൾ ബലിയർപ്പകരായി ആരംഭിച്ച് ബലിയർപ്പകരായി അവസാനിച്ചു പോകുന്ന സാമാന്യ ജനമായി തീരുന്നു. ബലിയർപ്പകൻ ബലിവസ്തു കൂടിയാകണം. ഇസഹാക്കിനെ പോലെ ഞങ്ങൾ ഇന്നും ചോദിച്ചു കൊണ്ടിരിക്കുകയാണ്, കർത്താവേ, ബലിക്കുള്ള വിറകും കത്തിയുമുണ്ട്, കുഞ്ഞാടെവിടെ? ആരും ഞങ്ങൾക്ക് പറഞ്ഞു തരും ഞങ്ങൾ തന്നെയാണ് കുഞ്ഞാടെന്ന്. ഓരോ ദിവസവും കർത്താവേ നിന്റെ പരിശുദ്ധ ബലിപീഠത്തിൽ ഞങ്ങളും അർപ്പിക്കപ്പെടട്ടെ, ഞങ്ങളും മുറിയപ്പെടട്ടെ. ഈ അപ്പത്തോടും വീഞ്ഞിനോടും ചേർന്ന് ഞങ്ങളും ബലിവസ്തുവായി മാറട്ടെ. ഈശോയെ, അങ്ങനെ ഒരു കൃപ ഞങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ നിന്റെ ബലിപീഠത്തിൽ മുറിയപ്പെടുന്ന ഞങ്ങളെ നിന്റെ മഹത്വത്തിൽ നീ പങ്കുകാരാക്കുമെന്നുള്ള വലിയ വിശ്വാസത്തോടെ ഞങ്ങൾ ഇന്ന് കർത്താവെ ഈ കാരുണ്യ വഴി ആരാധനയിൽ പങ്കെടുക്കുന്ന ദൈവജനം കടന്നു പോകുന്ന എല്ലാ കണ്ണീരിൻ്റെ അനുഭവവും, എല്ലാ തകർച്ചയുടെയും ഞെരുക്കപ്പെടലിൻ്റെയും അനുഭവങ്ങളും ബലിവസ്തുവാകാൻ കിട്ടുന്ന അവസരമാണെന്ന് തിരിച്ചറിഞ്ഞ് അതിനെ നിന്റെ ബലിപീഠത്തിലേക്ക് സമർപ്പിച്ച്, ദിവ്യകാരുണ്യമേ, നിന്റെ കാൽച്ചുവട്ടിലേക്ക് അത്തരമെല്ലാ അവസരങ്ങളെ സമർപ്പിച്ച് നിന്നോട് ചേർന്ന് ഞാനും ബലിവസ്തുവാണ് ആകുന്നു തിരിച്ചറിവോടെ പ്രാർത്ഥിക്കാൻ ഞങ്ങളെ ഒരുക്കണേ. ദൈവജനമേ, ഈ ആരാധനയിൽ ബലിവസ്തുവാകുന്ന നേരങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരുപാട് പേര് മുറിയപ്പെടുന്നുണ്ട്. നമ്മൾ മാത്രമല്ല, ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന എത്ര പേരാണെന്നോ ചങ്ക് മുറിയുന്നത് പോലെ വേദനകളിലൂടെ കടന്നു പോകുന്നത്. അവരെയൊക്കെ
ഈ വചനം ആശ്വസിപ്പിക്കട്ടെ. കേവലം ബലിയർപ്പകനായി ചുരുങ്ങേണ്ടവളല്ല നീ, ബലിവസ്തുവാവുകയാണ്. നീ ബലിവസ്തുവായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ വലിയ തിരിച്ചറിവ് ഈശോയോട് കുരിശോട് ചേർത്ത് സഹനങ്ങളെ സ്വീകരിക്കാൻ നമ്മളെ പഠിപ്പിക്കട്ടെ. കർത്താവിൻ്റെ കരുണ നമ്മുടെ മേൽ ചൊരിയപ്പെടാൻ നമുക്ക് പ്രാർത്ഥിച്ച് ഈശോയെ ആരാധിക്കാം. ബലിവസ്തുവാകാൻ ബലിവേദി മുന്നിൽ ബലവാനാം ദൈവമേ ബലമേകണേ. ബലിവസ്തുവാകാൻ ബലിവേദി മുന്നിൽ ബലവാനാം ദൈവമേ ബലമേകണേ. ബലിവസ്തുവാകാൻ ബലിവേദി മുന്നിൽ ബലവാനാം ദൈവമേ ബലമേകണേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും
കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനത്താ ഞങ്ങളുടെ മേലും ലോകം മുഴുവനിലും കരുണയാകണമേ. 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 പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ
പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ
അതിദാരുണമാം പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങയ്ക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ആരാധനയുടെ സമാപനത്തിലേക്ക് എത്തുമ്പോൾ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാൻ നമ്മൾ ഒരുങ്ങുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, നിന്നെപ്പോലെ ബലിയർപ്പിച്ച് ബലിവസ്തുവാകാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. കേവലം ആചാരാനുഷ്ഠാനങ്ങളുടെ ബലിയർപ്പണത്തിനപ്പുറത്ത് ജീവിതം കൊണ്ട് ബലിയർപ്പിക്കുന്നവരാകുവാൻ, ബലിവസ്തുവാകുന്ന അനുഭവം സ്വന്തമാക്കുന്നവരാകുവാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ച് ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം.
ബലിവസ്തുവാകാൻ ബലിവേദി മുന്നിൽ ബലവാനാം ദൈവമേ ബലമേകണേ. ബലിവസ്തുവാകാൻ ബലിവേദി മുന്നിൽ ബലവാനാം ദൈവമേ ബലമേകണേ. ബലിവസ്തുവാകാൻ ബലിവേദി മുന്നിൽ ബലവാനാം ദൈവമേ ബലമേകണേ. കനലോടു ചേരുമ്പോൾ കനലായി മാറുമ്പോൾ തവ തിരുഹൃദയത്തിൻ സ്നേഹമായി തീരാൻ. കനലോട് ചേരുമ്പോൾ കനലായി മാറുമ്പോൾ തവ തിരുഹൃദയത്തിൻ സ്നേഹമായി തീരാൻ. നാളെത്രയായി ഞാൻ ആശിപ്പൂ ഈശോയേ, എന്നെ നിൻ സ്നേഹമായി മാറ്റണേ. നാളെത്രയായി ഞാൻ ആശിപ്പൂ ഈശോയേ, എന്നെ നിൻ സ്നേഹമായി മാറ്റണേ.